ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ ഈ ദിവസം ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും ദൈവമുമ്പാകെ ആയിരിക്കാനും ദൈവം നൽകിയ കൃപകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുനായ അച്ഛൻ ഓർപ്പിച്ചതുപോലെ ധ്യാനം നമ്മൾ കേൾക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ചിന്തിപ്പാനും ഇടയായിത്തീരണം. പ്രത്യേകിച്ച് നാമൊക്കെ ജീവിക്കുന്നൊരു കാലഘട്ടം വളരെയധികം പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞൊരു കാലഘട്ടമാണ്. മനുഷ്യൻ ചിന്തിക്കുന്നതിനും നിരൂപിക്കുന്നതിനും അപ്പുറമുള്ള പലവിധമായ ചിന്തകൾ കൂടി കടന്നു പോകുന്ന ലോകത്തിൽ ദൈവമുമ്പാകെ ശരണപ്പെടുവാനും ദൈവമുമ്പാകെ അല്പനേരം ധ്യാനിപ്പാനും കിട്ടുന്ന സമയങ്ങൾ അനുഗ്രഹീതമായ നിമിഷങ്ങളാണ്, അതിനായി വേർതിരിച്ചിരിക്കുന്ന നിമിഷങ്ങളാണ് എന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരുടേതായ നീറുന്ന പ്രശ്നങ്ങളുണ്ടാകാം, അവരുടേതായ പ്രതിസന്ധികളുണ്ടാകാം, അവരുടേതായ പ്രയാസങ്ങളും കഷ്ടതകളും പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. പക്ഷെ അതിനൊക്കെ നമുക്കൊരു പരിഹാരമായി ദൈവമുമ്പാകെ നിന്ന് അല്പസമയം നമ്മളെ തന്നെ ദൈവമുമ്പാകെ സമർപ്പിക്കുവാനും വേർതിരിച്ച് ദൈവമുമ്പാകെ നിൽക്കുവാനുള്ളൊരു സമയമായിട്ട് ഈ സമയത്ത് വേർതിരിച്ചിരിക്കുന്ന സമയമാണല്ലോ. പരിശുദ്ധനായ പരമലത്തിനവരുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന അനുഗ്രഹീതമായ പരിശുദ്ധമായ ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടി ദൈവത്തെ ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ദൈവമുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഈ ധ്യാനത്തിൻ്റെ നിമിഷങ്ങൾ ഇടയായിത്തീരണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് പറയാറുണ്ട്, ധ്യാനം നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസവും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും നമുക്ക് നേടുവാൻ സാധ്യമാകണമെങ്കിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, അല്പസമയം വേറിട്ട് ആശ്വസിച്ചുകൊള്ളുവിൻ. ആശ്വാസം ജീവിതത്തിൻ്റെ ഭാഗമായി കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ അല്പസമയം വേറിട്ട് ആശ്വാസം കണ്ടെത്തുവിൻ. അപ്രകാരം ദൈവമുമ്പാകെ ധ്യാനത്തിൻ്റെയും ചിന്തകളുടെയും നിമിഷമായി വേർതിരിച്ചിരിക്കുന്ന ഈ സമയത്ത് ദൈവവചനത്തിൽ നിന്നും ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനും ഒരുമിച്ച് പഠിക്കുവാനുമായിട്ടാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. നിങ്ങൾ പലപ്പോഴും അത് വായിച്ചിട്ടുണ്ടാകാം. വളരെ സുന്ദരമായ ആശയങ്ങൾ കോർത്തുണ്ടാക്കിക്കൊണ്ട് ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനം. പരിശുദ്ധനായ പൗലോസ്ലീഹ ഈ ലേഖനം എഴുതാനുള്ള സാഹചര്യമൊക്കെ ഒരുപക്ഷെ നാം പഠിച്ചിട്ടുണ്ടാകാം. ഈ ലേഖനത്തെ അറിയപ്പെടുന്നത് സന്തോഷത്തിൻ്റെ ലേഖനം എന്നാണ്. സന്തോഷത്തിൻ്റെ ലേഖനമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുവാൻ തക്കവണ്ണമുണ്ടായിട്ടുള്ള ഒരു പുസ്തകമാണ് ഫിലിപ്പിയ ലേഖനം. നമ്മളൊക്കെ സന്തോഷം കണ്ടെത്തുന്നത് എപ്പോഴാണ്? ജീവിതത്തിൻ്റെ അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ സന്തോഷകരമായ അനുഭവങ്ങളൊക്കെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ സന്തോഷത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. നമ്മളൊക്കെ കടന്നു പോകുന്ന ജീവിതസാധനമാണ് പറഞ്ഞത്. ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട ചില സത്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സന്തോഷത്തിൽ മാത്രമല്ല പാടുവാനും ആരാധിക്കുവാനും കഴിയുന്നത് എന്നുള്ളതാണ്. ഈ പുസ്തകം പരിശുദ്ധനായ പൗലോസ്ലീഹ എഴുതുന്നത് എവിടെ വെച്ചാൽ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്. കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ സന്തോഷത്തിൻ്റെ ലേഖനം എഴുതുന്ന ഒരനുഭവം. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർ കാരാഗൃഹത്തിലാക്കിയിരിക്കുകയാണ്. രണ്ട് സാധ്യതകളുണ്ട്. ഒന്നുകിൽ അവൻ കുറ്റവാളി എന്ന് കണ്ടെത്താം. ദൈവത്തിന് ഒരു റോമ സാമ്രാജ്യത്തിനെതിരായി യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനായി അവനെ കുറ്റം കണ്ടെത്തിയാൽ രാജ്യദ്രോഹം കുറ്റം ചുമത്തി പരിശുദ്ധനായ പൗലോസ്ലീഹായെ വേണമെങ്കിൽ കൊന്നുകളയാം. മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സാധ്യത കുറ്റവാളിയല്ല എന്ന് രക്ഷപ്പെട്ടാൽ എന്ന് കണ്ടാൽ നമുക്ക് അവന് കുറ്റവാളിയല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാം. ഈ രണ്ട് സാധ്യതകൾ. പക്ഷെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്നതാണ് അവനെ കൊല്ലുവാനാണ് സാധ്യത. കാരണം രാജ്യദ്രോഹ കുറ്റമായതുകൊണ്ട് അവനെ കാരാഗൃഹത്തിൽ അടച്ചിട്ട് ജനങ്ങൾ മുഴുവൻ അവനെ കൊല്ലണമെന്ന് ആക്രോശിക്കുകയാണ്. അങ്ങനെ കാരാഗൃഹത്തിൽ അടക്കപ്പെട്ട പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനമാണ് ഈ സന്തോഷത്തിൻ്റെ ഈ ലേഖനം. പ്രിയമുള്ളവരെ,
പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ എന്തായിരുന്നു സന്തോഷത്തിന് നിധാനമെന്നും ഒക്കെ ഈ വേദപുസ്തകത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫേസോസിൽ വെച്ച് അദ്ദേഹം എഴുതിയെന്നും തീമോത്തിയോസ് അതിനെ സഹായിച്ചുവെന്നൊക്കെ പറയുന്ന ചരിത്ര പഠനങ്ങളുണ്ട്. എന്തായിരുന്നാലും ഈ പുസ്തകത്തിൽ നമുക്ക് ആധുനിക ലോകത്തിൽ നമുക്ക് ചില ചിന്തകൾ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി യേശുക്രിസ്തുവിൻ്റെ പ്രിയനായി മാറിയ പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ ചില കാര്യങ്ങളിൽ വ്യക്തതയോടുകൂടി അവരെ ധരിപ്പിക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. താൻ കാരാഗ്രഹത്തിലാണ് എങ്കിൽ പോലും ക്രിസ്തുവിനെ ജീവിതത്തിനു വേണ്ടി മാറ്റിവെച്ച സമൂഹത്തോട് അദ്ദേഹം ചില ധ്യാന ചിന്തകൾ ഈ പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ധ്യാനത്തിനായിട്ട് ഇന്ന് നമുക്ക് താഴ്മയായി ദൈവവും മുമ്പാകെ നിന്നുകൊണ്ട് അതൊന്ന് കേൾക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. ഈ ലേഖനത്തിൽ ചില പ്രത്യേക പഠിപ്പിക്കുകയാണ്, ഒരു ചില ചിന്തകൾ പരിശുദ്ധനായ പൗലോസ്ലീഹ അവരെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. അത് ധ്യാനപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നാമതായി ഈ വേദഭാഗത്ത് പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിയരെ ഓർപ്പിക്കുന്ന ഒരു സത്യം പ്രതികൂലതകളിലും ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടൊരു മനുഷ്യൻ തൻ്റെ ആശ്വാസവാക്കുകൾ, ദൈവചിന്തകൾ ഒരു സമൂഹത്തിന് എഴുതണമെങ്കിൽ എത്രമാത്രം ദൈവാശ്രയത്തിൽ അടിയുറച്ച വിശ്വാസമുള്ളൊരു മനുഷ്യനായിരിക്കണം പരിശുദ്ധനായ പൗലോസ്ലീഹ, അല്ലേ? കർത്താവിൻ്റെ ശിഷ്യന്മാർ പോലും ഒരു പക്ഷെങ്കിൽ കർത്താവിനെ ക്രൂശ് സമയത്തിൽ അവനെ ഒറ്റുകൊണ്ട് അവന് ദൂരെ മാറിപ്പോയി, അല്ലേ? പരിശുദ്ധനായ പൗലോസ്ലീഹ ജീവിതത്തിൽ തൻ്റെ തിരിച്ചുവരവിന് ശേഷം ദൈവത്തിന് വേണ്ടി ജീവിച്ചു, ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു, കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി. അങ്ങനെ ഒരു മനുഷ്യന് ഒരു ലേഖനം എഴുതുമ്പോൾ ഒരു സമൂഹത്തോട് മുഴുവൻ പറയുകയാണ്, പ്രതികൂലതകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതായത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യ പ്രകാരം നാം വായിക്കുന്നു, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കാരണം എനിക്കിങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കാരാഗ്രഹത്തിൽ ആയതിനായ ദൈവത്തിന് സ്തോത്രം, പ്രയാസങ്ങളിൽ ആയതിനായ ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്ന പൗലോസ്ലീഹായുടെ ഒരു ചിത്രം ഈ വേദഭാഗത്ത് കാണുന്നുണ്ടല്ലേ? പ്രതികൂലതകളിൽ, പ്രയാസങ്ങളിൽ ദൈവമുഖം കാണുവാൻ കഴിയുന്ന മനുഷ്യത്വം, ഇതാണ് അവരെ ഓർപ്പിക്കുന്നത്. നിങ്ങൾ പ്രയാസം ഉണ്ടാകും, കാരണം ഞാൻ ഇന്ന് കഷ്ടത അനുഭവിച്ച് രക്തസാക്ഷിയായാൽ നാളെ ആരാകും? നിങ്ങളാകും. ക്രിസ്തുവിനോട് മരിക്കുന്നത് നിങ്ങളാകും. അതും എന്തായിട്ട് കരുതണം? ദൈവമഹത്വത്തിനാണ് എന്ന് കരുതുവാനായിട്ട് കഴിയണം എന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ അവരെ ഓർപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ? സത്യാനന്തര കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അസത്യത്തെ പോലും സത്യമാക്കി മാറ്റുവാൻ കഴിയുന്ന സാഹചര്യമാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഗീബൽസിയൻ തിയറി പോലെ പല ഒരു കള്ളത്തരം സത്യമായി, അല്ലെങ്കിൽ കള്ളത്തരം പല ഒരു ഉരുവിട്ടാൽ അത് സത്യമായി മാറുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത് ലോക ജീവിതത്തിൽ, അല്ലേ? പല അസത്യങ്ങളും സത്യങ്ങളായി മാറുകയാണ്. പല ദുഷ്ചിന്തകളും അനുഗ്രഹമായി ചിന്തിക്കുന്ന സമൂഹമായി മാറുകയാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മളൊക്കെ ദേവാലയത്തിലായിരിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുക എന്നുള്ളതാണ് പ്രാധാന്യം, അല്ലേ? ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന പലവരും നമ്മൾ കാണുന്നുള്ളതാണ്. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, അല്ലേ? ശമൂവേലെ എന്ന് വിളിക്കുമ്പോൾ, ശമൂവേലെ എന്ന് 2 പ്രാവശ്യം വിളിക്കുന്നു, 3-ാമത്തെ പ്രാവശ്യം വിളിക്കുമ്പോഴാണ് ഇനി പറയുന്നത് അടിയൻ കേൾക്കുന്നത് പറയണം. അപ്പോൾ ദൈവശബ്ദം കേൾക്കുന്നൊരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകണം. ഒരിക്കല് ഒരു യുവശാസ്ത്രജ്ഞൻ സമൂഹത്തോടൊപ്പം നടന്നു പോവുകയാണ്. വളരെ തിരക്കേറിയ ഒരു പട്ടണത്തിൽ കൂടി നടന്നു പോവുകയാണ്. അങ്ങനെ തിരക്കേറിയ പട്ടണത്തിൽ കൂടി നടന്നു പോകുമ്പോൾ നമുക്കറിയാം പല ശബ്ദങ്ങളും പലവിധമായിട്ടുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാം, അല്ലേ? പല ശബ്ദങ്ങളും ഉണ്ടാകാം. വാഹനങ്ങളുടെ ശബ്ദമുണ്ടാകാം, മനുഷ്യരുടെ ശബ്ദമുണ്ടാകാം. അങ്ങനെ തിരക്കേറിയ ഒരു പട്ടണത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് കൂടെ നിന്നോട് ചോദിക്കുകയാണ്, ഒരു ചെറു ജീവിയുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ശാസ്ത്രജ്ഞൻ ചോദിച്ചു, നിങ്ങൾ ചെറിയ ജീവിയുടെ അല്ലെങ്കിൽ ചീവീടിൻ്റെയോ അങ്ങനെ പറഞ്ഞ ജീവിയുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അപ്പോൾ മനുഷ്യരല്ല ഈ മനുഷ്യനെ കളിയാക്കി. കാരണം വളരെയധികം വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലത്ത്,
വളരെയധികം മനുഷ്യന് കടന്നു വന്ന സ്ഥലത്ത് ഒരു ചെറു ജീവിയുടെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, എന്നാൽ ഞാൻ ആ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഇവിടുന്ന് സമൂഹത്തോട് വീണ്ടും നടന്നു പോവുകയാണ്. കുറെ മുന്നോട്ട് ചെന്നപ്പോൾ ഈ മനുഷ്യനെ ശാസ്ത്രജ്ഞൻ എന്ത് അറിയാമോ, കയ്യിലൊരു നാണയം താഴെ ഇട്ടു. അപ്പോൾ ഈ കൂട്ടത്തിൽ പോകുന്ന പലരും തിരിഞ്ഞു നോക്കി. അതുണ്ടായിരുന്ന വൃദ്ധനായൊരു മനുഷ്യൻ ഈ നാണയം പെറുക്കി തൻ്റെ കയ്യിലെടുത്തു. എന്താ സംഭവിച്ചത്? വലിയ തിരക്കേറിയ സമയത്തുള്ളിൽ കടന്നു പോകുമ്പോൾ ഒരു ജീവിയുടെ ശബ്ദം കേൾക്കുവാൻ സാധ്യമല്ലാത്തൊരു മനുഷ്യന് ഒരു നാണയം താണ വീണപ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ ശാസ്ത്രജ്ഞൻ ചോദിക്കുകയാണ്, താങ്കൾക്ക് എങ്ങനെയാണ് ഈ ശബ്ദം കേൾക്കുവാൻ സാധിച്ചത്? അദ്ദേഹം പറയുന്നു, ഈ നാണയം താഴെ വീണപ്പോൾ കേട്ട ശബ്ദം എനിക്ക് കേൾക്കുവാൻ സാധിച്ചതുകൊണ്ടാണ് ഞാൻ നാണയം എടുത്തത്. അദ്ദേഹം പറയുകയാണ്, അങ്ങനെയെങ്കിൽ നമ്മൾ ആരുടെ ശബ്ദവും കേൾക്കണം? ദൈവസൃഷ്ടിയായ ചെറിയ ജീവിയുടെ ശബ്ദവും കേൾക്കണ്ടേ? പക്ഷെങ്കിൽ മനുഷ്യനൊക്കെ ഒന്ന് കേൾക്കുവാൻ കഴിയുന്ന ശബ്ദം ഏതിൻ്റെയാ? ധനത്തിൻ്റെയും ആഗ്രഹങ്ങളുടെയും മോഹങ്ങളുടെയും ശബ്ദമാണ്. തിരക്കേറിയ ജീവിതത്തിൽ കടന്നു പോകുന്ന മനുഷ്യൻ ഏറ്റവും കൂടുതൽ അവനെ സ്വാധീനിക്കുന്നത് ലോകത്തിൻ്റെ മോഹങ്ങളാണല്ലേ? ലോകത്തിൻ്റെ മോഹങ്ങളാണ്. അത് പലതരത്തിലുള്ള മോഹങ്ങൾ, പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ അതൊക്കെ കേൾക്കുവാൻ നമുക്ക് സമയമുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ ശബ്ദം മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുവാൻ, പ്രയാസപ്പെടുന്നവരുടെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധ്യമാകാതെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഫിലിപ്പിയ ലേഖനത്തിൽ പരിശുദ്ധനെ പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുന്നത്, നിങ്ങൾ പ്രതികൂലതകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ സ്തുതിക്കണം. പ്രിയമുള്ളവർ, നമുക്കത് സാധിക്കുമോ? ധ്യാനപരമായി ദേവാലയത്തിലിരിക്കുമ്പോൾ ഞാൻ ഓർപ്പിച്ചല്ലോ, പല പ്രതികൂല അവസ്ഥകൾ കടന്നു പോകുമ്പോൾ ദൈവമഹത്വം ദർശിക്കുവാനാണ് എന്നത് ശാന്തമായി നമ്മൾ ഗ്രഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളൊക്കെ പലപ്പോഴും പലരെയും കുറ്റപ്പെടുത്തുമായിരിക്കും, അല്ല ദൈവത്തെ തന്നെ കുറ്റപ്പെടുത്തുമായിരിക്കും. പക്ഷെങ്കിൽ ശാന്തതയിൽ ദൈവത്തിൻ്റെ മുഖം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തെ അറിയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണല്ലേ? ഈ കോലാഹലങ്ങൾക്കിടയിൽ, ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ, പ്രയാസങ്ങൾക്കിടയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് സാധ്യമാകണം. അവിടെ മാത്രമേ നമുക്ക് എന്തുള്ളൂ? ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ മരണത്തെ മുന്നിൽ കാണുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ സ്തുതിക്കണം എന്നതിൻ്റെ ജനത്തോട് ആവശ്യപ്പെടുന്നത്. ഇത് നമുക്ക് സാധ്യമായി തീരണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധ്യമാകണം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹയെ പോലെ പ്രതികൂലതകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമായി തീരണം. ഇതാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയരെ ഓർപ്പിക്കുന്ന ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമതായി പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യരെ ഓർപ്പിക്കുന്ന ഒരു പാഠം നാം ആർക്കു വേണ്ടി ജീവിക്കണം എന്നുള്ളതാണ്. നാം ആർക്കു വേണ്ടി ജീവിക്കുന്നത്? നമ്മളൊക്കെ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയല്ലേ? ശരിയല്ലേ? ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരെയാ? നമ്മളെ തന്നെയാണ്, അല്ലേ? ശരിയല്ലേ? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മളെ തന്നെയാണ്. മറ്റാരേക്കാളും നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത്, അല്ലേ? എങ്കിലും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നത് നാം ആർക്കു വേണ്ടി ജീവിക്കണം? ഉത്തരം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തന്നെ പറയുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. നമ്മൾ പലപ്പോഴും ഈ വാക്കുകൾ കേട്ടിട്ടുണ്ടാകും, അല്ലേ? ജീവിതത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ജീവിതവും മരണവും, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ രണ്ട് സത്യങ്ങളാണ് ജീവിതവും മരണവും. ഇതിനിടയിലുള്ള ഒരു നൂൽപ്പാലമാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയാറുണ്ട്. ജനനം മുതൽ മരണം വരെയുള്ള ഒരു തപസ്യയാണ് ജീവിതം. അപ്പം ഇതിനിടയിൽ നമുക്ക് ജീവിക്കുവാനുള്ള സമയമുണ്ടല്ലേ? വളരെ ചുരുങ്ങിയ സമയമുള്ളൂവെങ്കിലും അതിനുശേഷം നമുക്ക് എന്തുണ്ട്? മരണം എന്ന് പറഞ്ഞ സത്യമുണ്ട്, അല്ലേ? ഇത് തിരിച്ചറിയുവാൻ കഴിയുമ്പോഴാണ് ജീവിതത്തിൻ്റെ നിസ്വാർത്ഥതയെക്കുറിച്ച്, ജീവിതത്തിൻ്റെ കുറവുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ ജീവിക്കുന്നത് പലപ്പോഴും ഓർക്കാറുണ്ട്, വളരെ നാൾ ജീവിക്കും, അല്ലേ? നമ്മളൊക്കെ വളരെ സന്തോഷത്തോടെ ജീവിക്കും, കുഞ്ഞുങ്ങളെയും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കണ്ട് നമ്മൾ കടന്നു പോകുന്നു ചിന്തിക്കുന്നവരാ. പക്ഷെങ്കിൽ നമ്മളിന്ന് കാണുന്നുണ്ടല്ലോ, 40-നും 50-നും ഇടയിലുള്ള അനേകം യുവതി യുവാക്കളാണ് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, പത്രം വായിച്ചാൽ മതി. ഒരു 40, 50, 55 വയസ്സിനിടയിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് പോലും മരിക്കുന്നത്, അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എന്തുകൊണ്ടാണെന്നറിയാമോ? അത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന, തിരക്കുകളൊക്കെ ഉണ്ടാകുന്ന ടെൻഷനുമൊക്കെ ആകാം.
പിന്നെ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രായത്തിൻ്റെയൊക്കെ അനുഭവത്തിൽ കടന്നു പോകാം എന്ന് ചിന്തിക്കുന്ന പലരും ജീവിതത്തിൻ്റെ സായാഹ്ന സന്ധ്യകളിൽ, സായാഹ്ന സമയങ്ങളിൽ, ജീവിതത്തിൻ്റെ മധ്യ സമയങ്ങളിൽ കടന്നു പോവുകയാണ് അല്ലേ. നമ്മുടെ ആഗ്രഹപ്രകാരമല്ലല്ലോ മരണം നമ്മളെ കടന്നു പോകുന്നത്. ഏത് സമയത്ത് മരണം നമുക്ക് സംഭവിക്കാം. അതുകൊണ്ട് പരിശുദ്ധനെ പൗലോസ്ലീഹ ഓർപ്പിക്കുന്നത് എന്തിനു ജീവിക്കണം? ക്രിസ്തുവിനായി ജീവിക്കണം. എന്തിനായി മരിക്കണം? ക്രിസ്തുവിനായി മരിക്കണം. ഇതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പരിശുദ്ധനെ പൗലോസ്ലീഹ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തുണ്ടാകണം? പ്രതീക്ഷയുണ്ടാകണം. ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയാൽ ജീവിതത്തിൻ്റെ താളം നഷ്ടപ്പെട്ടു പോകും. ജീവിതത്തിനൊരു താളമുണ്ട്, പ്രകൃതിക്കൊരു താളമുണ്ട്, പ്രാർത്ഥനയ്ക്കൊരു താളമുണ്ട്, ആരാധനയ്ക്കൊരു താളമുണ്ട്. ഈ റിതം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാകിയ പ്രതിസന്ധികൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഓർപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ അനുഗ്രഹീതമായ കൃപ ദൈവവും നമ്മൾ ഓർക്കണം. നമുക്ക് എന്തിരിക്കുന്ന സമയം എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ വേണ്ടിയാണ്. ഇത് ടെസ്റ്റ് ഡോസാണ്. നമ്മൾക്കറിയാമല്ലോ, മരുന്ന് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് ഡോസ് ചെയ്യാറുണ്ടല്ലേ. ആ ടെസ്റ്റ് ഡോസ് ശരീരത്തിൽ സ്വീകരിച്ച് പ്രശ്നമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ അടുത്ത ഡോസ് എടുക്കും അല്ലേ. ഈ ടെസ്റ്റ് ഡോസ് മോശമാണെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് റിയാക്ഷനോ അലർജിയോ ഉണ്ടാക്കിയാൽ ടെസ്റ്റ് എടുക്കില്ല, ആ മരുന്ന് കുത്തിവെക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ ലോക ജീവിതത്തിൽ ടെസ്റ്റ് ഡോസാണ്. നമ്മൾ എങ്ങനെ ജീവിതത്തെ കാണുന്നുവെന്നും നമ്മൾ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം എങ്ങനെ നമ്മൾ നിർവഹിക്കുന്നു എന്നുള്ളതും ദൈവം ശോധന ചെയ്യുന്നൊരു സമയമാണ് ഈ ലോക ജീവിതം. അപ്പോൾ അതുകൊണ്ട് ഇതിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട് അല്ലേ. നമ്മുടെ വിശ്വാസമാണ് ലോകത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം എന്ന് പറയുന്നത് ഈ ടെസ്റ്റ് ഡോസിനെ നിർബന്ധിച്ച്, അതുകൊണ്ടാണ് പറയുന്നത് നീ നല്ലത് ചെയ്യലും തീയത് ചെയ്യലും ദൈവവും കണക്ക് ബോധിപ്പിക്കാൻ നിൽക്കേണ്ട ഒരു അവസരം ഉണ്ടാകും. അപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ ഈ ഒരു വലിയ അനുഗ്രഹത്തിന് വേണ്ടി നോക്കിപ്പാർക്കുകയാണ്. മരിച്ചവരോടെയാണ് സജീവരായി ദൈവസന്നിധിയിൽ ഈ വിളി കേൾക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ മരണവും ജീവിതവും ജീവിതത്തിന് രണ്ട് യാഥാർത്ഥ്യങ്ങളാണെന്ന് മനസ്സിലാക്കി പരിശുദ്ധനെ പൗലോസ്ലീഹ ഈ തൻ്റെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ തൻ്റെ വിശ്വസിക്കുന്ന സമൂഹത്തിന് നൽകുകയാണ്. ഫിലിപ്പിയിലെ അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു അല്ലേ. യേശുവിന്റെ കഥ പറയുന്നു. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. കർത്താവ് പറയുന്നു അവൻ സകലവും സ്വരുക്കൂട്ടി അല്ലേ, അവൻ സകലവും ആർജിക്കുകയാണ്. അവൻ പറഞ്ഞത് തന്നെ മനസ്സ് ചിന്തിക്കുകയാണ്, ഞാൻ ഇതെല്ലാം ഒരു കളപ്പുരയിൽ കൂട്ടിവെക്കും, എന്നിട്ട് എന്നോട് തന്നെ പറയും തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. പക്ഷെ അന്ന് രാത്രിയിൽ കർത്താവിന്റെ ദൂതനോട് ചോദിക്കുകയാണ്, കർത്താവിന്റെ ആത്മാവിനോട് ചോദിക്കുകയാണ്, മൂട നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഇന്ന് നിന്റെ ആത്മാവിനെ ദൈവം വിളിച്ചാൽ, ഇന്ന് നിന്നെ ദൈവം വിളിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ആർക്കാ? നമുക്ക് ആഗ്രഹത്തിന്റെ സബലീകരണത്തിന്റെ ഭാഗമായി നമ്മൾ പലതും സ്വരുക്കൂട്ടി വെക്കും. പക്ഷെങ്കിൽ അത് നമുക്ക് തന്നെ ആഹരിക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് തന്നെ അനുഗ്രഹമായി തീരണമെങ്കിൽ ആരുടെ കൃപ വേണം? ദൈവത്തിന്റെ കൃപ വേണം. അതുകൊണ്ട് ദൈവകൃപയ്ക്ക് യാചിക്കുവാനുള്ള അവസരമാണ് നമ്മുടെ ജീവിതം എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് ഒരു ജീവിതം മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തുവിനായി സമർപ്പിക്കുക, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. നമ്മൾ എന്തെല്ലാം ആഹരിച്ചാലും ദൈവം നമ്മളോട് ചോദിക്കുന്ന സമയമുണ്ടല്ലേ, ആ സമയത്ത് ഉത്തരം പറയുവാൻ നമ്മൾ റെഡിയായിരിക്കുക. നമ്മളൊക്കെ ഒരു വിദ്യാർത്ഥിയുടെ കണക്ക് ദൈവത്തിന് ഉത്തരം പറയാൻ നിൽക്കേണ്ട സമയം വരും. ആ സമയത്ത് ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കുവാനായി നമ്മൾ നിൽക്കുമ്പോൾ, കർത്താവേ അങ്ങ് തന്ന താലന്തുകളെ ഭംഗിയായി വിനിയോഗിക്കുവാൻ കഴിഞ്ഞുവെന്ന് ദൈവത്തോട് കണക്ക് പറയുവാൻ കഴിയുന്ന ഒരവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനുവേണ്ടി നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധനെ പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനത്തോട് അവർ ഓർപ്പിക്കുകയാണ്, ആർക്കു വേണ്ടി നിങ്ങൾ ജീവിക്കണം, ആർക്കു വേണ്ടി നിങ്ങൾ കരുതണം? കർത്താവിന് വേണ്ടി കരുതണം. അതാണ് പറയുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും. ആ വാക്ക് നമ്മുടെ ജീവിതത്തിൽ റിപ്പീറ്റ് ചെയ്യണം. പറഞ്ഞ് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. പ്രിയമുള്ളവരെ, ഈ രണ്ടാമത്തെ ചിന്ത നമ്മുടെ ജീവിതത്തെ ഒന്ന് ഓർപ്പിക്കണം. നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. ഇതാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനത്തിൽ ഓർപ്പിക്കുന്ന രണ്ടാമത്തെ വസ്തുത. ഒന്നാമതായി പറഞ്ഞത് എന്തായിരുന്നു? പ്രതികൂലതകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. രണ്ടാമതായി ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ ജീവിതം ആർക്കു വേണ്ടിയാകണം? ഉത്തരം പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നു, അത് ക്രിസ്തുവിന് വേണ്ടി ആയിരിക്കണം. മൂന്നാമതായി ഈ വേദഭാഗത്തെ പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിയരെ ഓർപ്പിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങളിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ.
ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. തുടർന്ന് പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യനായി സദൃശത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. നമ്മൾ വായിച്ചുള്ളത് അല്ലേ? ഫിലിപ്പിയരെ ഓർപ്പിക്കുന്ന മൂന്നാമത്തെ വസ്തുത എന്താണ്? ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാകണം. എൻ്റെ ക്രിസ്തുവിന്റെ ഭാവം രൗദ്രമാണോ, കോപമാണോ? പല മുഖങ്ങളുണ്ടല്ലേ, മനുഷ്യന്റെ മുകളിലും പല രൂപങ്ങളുണ്ട്. പലപ്പോഴും മനുഷ്യന് സങ്കടം ഉണ്ടാകാം, അല്ലെ, കോപമുണ്ടാകാം, അവന് സന്തോഷമുണ്ടാകാം, പലതരത്തിലുള്ള രസങ്ങളുണ്ടാകാം. പക്ഷെ പരിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ആരുടെ ഭാവം ഉണ്ടാകണമെന്ന? ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാകണം. എന്താ ക്രിസ്തുവിന്റെ ഭാവം? ഇത്തരത്തിലെ ക്രിസ്തുവിന്റെ ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, ഒന്ന്, കർത്താവിന്റെ ഭാവം ഹ്യൂമിലിറ്റി എന്ന് പറയും. ഹ്യൂമിലിറ്റി ആൻഡ് സർവീസ്, അല്ലേ? കർത്താവിന്റെ ജീവിതം എടുത്ത് നോക്കിയേ, താഴ്മയുടെയും പ്രവർത്തനത്തിന്റെയും സ്നേഹത്തിലെ, അതാണ് കർത്താവിന്റെ ഒന്നാമത്തെ ഭാവം, ഹ്യൂമിലിറ്റി ആൻഡ് സർവീസ്. ഞാൻ ശുശ്രൂഷിക്കുവാനല്ല, പിന്നെന്താ, ശുശ്രൂഷിക്കപ്പെടുവാനും അനേകർക്ക് വേണ്ടി മറുവിലയായി കൊടുക്കുവാൻ ഞാൻ ലോകത്തിലേക്ക് വന്നു. അതാണ് ഹ്യൂമിലിറ്റി ആൻഡ് സർവീസ്. അതാണ് പറയുന്നത്, ക്രൂശിലെ മരണത്തോളം അവൻ തന്നെത്താൻ താഴ്ത്തി. എവിടെ ഇരിക്കുമ്പോൾ? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അവൻ ക്രൂശിലെ മരണത്തോളം, ക്രൂശിൽ താണുവന്ന് ക്രൂശിലെ മരണത്തോളം, ക്രൂശോളം താണപ്പെട്ടു. ക്രൂശിലെ മരണം കൊടുക്കുന്ന ആർക്കാ? ഏറ്റവും മ്ലേച്ഛമായ ഒരു ശിക്ഷയാണ് ക്രൂശ് മരണം. അതാണ് ക്രിസ്തു സ്വീകരിച്ചത്. അതാണ് ക്രിസ്തുവിന്റെ ഭാവം, ഹ്യൂമിലിറ്റി ആൻഡ് സർവീസ്. മറ്റൊരു ഭാവം എന്ന് പറയുന്നത് ലവ് ആൻഡ് കമ്പാഷൻ, സ്നേഹവും അനുകമ്പയും, അല്ലേ? തന്നെ സ്നേഹിക്കത്താ പറയുന്നു, അന്യോന്യം സ്നേഹിക്കണം, അല്ലേ? നിങ്ങൾ അയൽക്കാരെ സ്നേഹിക്കണം, മറ്റുള്ളവരെ അങ്ങനെ വർത്താന പഠിപ്പിക്കുന്ന ഏറ്റവും അടിസ്ഥാന സ്നേഹമായിരുന്നു കമ്പാഷൻ, ആർദ്രത ഉണ്ടാകുക. നമുക്കില്ലാതെ പോയിരിക്കുന്ന ദൈവത്തിന്റെ ഭാവമാണ് ആർദ്രതയില്ല, അനുകമ്പയില്ല, സ്നേഹമില്ല. അപ്പൊ കർത്താവിന്റെ രണ്ടാമത്തെ ഒരു ഗുണമാണ്, കർത്താവിന്റെ ഭാവത്തിന്റെ പ്രത്യേകത എന്നാ? അത് ലവ് ആൻഡ് കമ്പാഷൻ, സ്നേഹവും അനുകമ്പയും നിറഞ്ഞതാണ്. ഇനിയും കർത്താവിന്റെ മറ്റൊരു മുഖഭാവം എന്നാ? ഫർഗീവ്നെസ്, ക്ഷമിക്കുക. കർത്താവെ, ഇവർ ചെയ്തതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആരോടെ കർത്താവ് പ്രാർത്ഥിച്ചത്? തന്നെ ക്രൂശിൽ തറച്ചവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, അല്ലേ? അങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? നമ്മളോട് കുറ്റം ചെയ്തവരോട് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. രണ്ട് പറഞ്ഞില്ലേ നമുക്കൊരു സന്തോഷമില്ല, അല്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്, എന്നോട് പറഞ്ഞാൽ തിരിച്ച് രണ്ട് പറയണം. അപ്പം ആ ഒരു സ്വഭാവമാണ് മനുഷ്യന്റെ പ്രത്യേകത, അല്ലേ? അപ്പോൾ കർത്താവ് കാണിച്ചു തരുന്ന ഭാവം എന്നാ? ഫർഗീവ്നെസ്, ക്ഷമിക്കുക. എത്ര വട്ടം ക്ഷമിക്കണം? 7 7 70 വട്ടം എന്ന് പറഞ്ഞാൽ എത്ര ആയി? 7 7 49, 49 × 70 കൂട്ടിക്കോ, എത്ര കണക്ക് വരും? കണക്ക് പഠിച്ചു, അല്ലേ? അത്രയും പ്രാവശ്യം ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുമോ? ഒന്ന് പറഞ്ഞാൽ രണ്ട് പറഞ്ഞ് നമുക്ക് സമാധാനമില്ല, അല്ലേ? അപ്പൊ ഇത്രയും ഒന്ന് പറഞ്ഞിട്ട് ക്ഷമിക്കുവാനായി കർത്താവ് പറയുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. ഇതാണ് ക്രിസ്തുവിന്റെ ഭാവം, ക്ഷമിക്കുക, അല്ലേ? മറ്റൊരു ക്രിസ്തുവിന്റെ ഭാവത്തെ കുറിച്ച് പറഞ്ഞത് ഒബീഡിയൻസ് ടു ഗോഡ്സ് വിൽ, ദൈവത്തിന്റെ വാക്കുകളെ അനുസരിക്കുക. കർത്താവേ, എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. എവിടെ കിടന്ന? ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുക, അല്ലേ? ഇത് ക്രിസ്തുവിൻ്റെ ഒരു ഭാവമാണ്. മറ്റൊരു ക്രിസ്തുവിൻ്റെ ഭാവം എന്ന് പറയുന്നത് കറേജ് ആൻഡ് ട്രൂത്ത്ഫുൾനെസ്, ധൈര്യവും സത്യസന്ധതയും. കർത്താവിൻ്റെ ഭാവം അതാണ്, സത്യം ധൈര്യത്തോട് പറഞ്ഞല്ലേ. കർത്താവ് പറയുകയാണ് ആ കുറുക്കനോട്, ആരാ കുറുക്കൻ മനസ്സിലായോ? ഹെറോദോസിനെ കുറിച്ച് വിളിച്ച ആ കുറുക്കനോട് പറയണം, ഞാൻ 2 ദിവസം കൂടെ പ്രവർത്തിക്കേണ്ടതാകുന്നു, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്നെ പിടിക്കാം, അല്ലേ? ആലോചിച്ച് നോക്കി, ധൈര്യത്തോടെ പറയുവാൻ, സത്യസന്ധമായി പ്രതികരിക്കുവാൻ കഴിയുന്ന കർത്താവിന്റെ ഭാവം. ഇങ്ങനെ ഒത്തിരി കാര്യം പറയാം. മറ്റൊന്നാണ് പേഷ്യൻസ്, ക്ഷമയും ജെന്റിൽനെസ്, അല്ലേ? പേഷ്യൻസ് ആൻഡ് ജെന്റിൽനെസ് എന്ന് പറയും. സെൽഫ്ലെസ്നെസ് എന്ന് പറയാനാ സ്വയം വെറുമയാക്കുക. സെൽഫ്ലെസ്നെസ്, ഞാൻ ഒന്നുമല്ല ചിന്തിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞല്ലേ. കർത്താവ് എവിടെയെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് ഇത് പരസ്യമാക്കണമെന്ന് പറയുന്നുണ്ടോ? ഒരു വേദഭാഗത്തും പറയുന്നില്ല, അല്ലേ?
കർത്താവ് ഏതൊക്കെ അത്ഭുതം ചെയ്തിട്ടുണ്ടോ അവിടെ പിന്നീട് നമ്മൾ കാണുന്നത് അവൻ വേറൊരു സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത്. നമ്മളൊക്കെ ആണെങ്കിൽ ഫ്ലെക്സ് വെക്കും, വേണേൽ മൈക്ക് വെക്കും, വേണേൽ വലിയ ആദരവ് കൊടുക്കും, വേണമെങ്കിൽ കാതോലിക്ക ബാബയുടെ സമ്മാനം വാങ്ങിക്കും, അത് വാങ്ങിച്ചുകൊണ്ട് TV കൊടുക്കും, വീട്ടിൽ വലിയ ഫ്രെയിം ചെയ്ത് വെക്കും. ഇതൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് അല്ലേ? പലപ്പോഴും നമ്മുടെ ചാരി കണ്ടിട്ടില്ലേ, ഒരു കോഴിക്കുഞ്ഞിനെ കൊടുത്തിട്ട് 10 പേരുന്ന് ഫോട്ടോ എടുക്കും, എന്നിട്ട് ആ കോഴിക്കുഞ്ഞിന് ഫോട്ടോ എടുത്ത് പത്രത്തിൽ ഇടും. ഒരു ആടിനെ കൊടുക്കും, ആടിനെ കൊടുത്തിട്ട് 10 പേര് പട്ടത്ത് നയിക്കും, യുവജന പ്രസ്ഥാനങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞ് പടമിടും. എന്തിന്? ആരെ കാണിക്കാനാ? ഒരു ആടിനെ കൊടുത്തതിന്റെ പടമാണ് നോക്കണം, പിറ്റേ ദിവസം പത്രത്തിൽ വരിക. പ്രിയമുള്ളവരെ, എന്തിനത് ചെയ്യുന്നത്? നമ്മളൊക്കെ ആർക്കാണ്ട് വേണ്ടി ചെയ്യുക. പക്ഷെ കർത്താവിന്റെ ഭാവം എന്നായിരുന്നു? സെൽഫ്ലെസ്നെസ് അല്ലേ? എന്ത് ചെയ്താലും ദൈവമഹത്വത്തിനായി ചെയ്യുക, അതാരും അറിയരുത്. വരുന്നത് എങ്ങനെ? കർത്താവ് വേദഭാഗത്ത് കാണുന്നത് എങ്ങനെയാ? അവൻ ആരെ സൗഖ്യമാക്കിയാലും ഇത് ആരോടും പറയരുതെന്നാണ് പറയുന്നത് അല്ലേ? ഇതാണ് ക്രിസ്തുവിന്റെ ഭാവം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പ്യരെ ഓർപ്പിക്കുന്ന മൂന്നാമത്തെ ഒരു സത്യം, ഒരു പാഠമെന്ന, നിങ്ങൾ ദൈവത്തിന്റെ ഭാവം, ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായിരിക്കണം. എന്താ ക്രിസ്തുവിന്റെ ഭാവം എന്ന് ഞാൻ പറഞ്ഞു. ക്രിസ്തുവിന്റെ ഭാവം എന്താണ്? ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഹ്യൂമിലിറ്റി ആൻഡ് സർവീസ്, ലവ് ആൻഡ് കമ്പാഷൻ, forgiveness, obedience to God's will, courage and truthfulness, patience and gentleness, selflessness. ഇനി ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ പറയാം അല്ലേ? അപ്പൊ ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഇതൊക്കെ ആരിൽ ഉണ്ടാകണം? നമ്മളിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞല്ലേ? അപ്പൊ നമ്മുടെ ഭാവം ആരുടെയാ? സാത്താൻ്റെ ആണോ ക്രിസ്തുവിന്റെ ഭാവമാണോ? അപ്പൊ നമ്മുടെ ചില മുഖം കണ്ടാൽ മതി, സാത്താന്റെ മുഖമാണ്. ചില കോപിക്കുമ്പോൾ നമ്മളെ സാത്താൻ രൂപമായിട്ട് മാറും അല്ലേ? എന്തൊക്കെ ചെയ്യുന്നെന്നോ, എന്തൊക്കെ പറയുന്നെന്നോ, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നോ നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു സമൂഹം അല്ലേ? അവിടെയാണ് ആരുടെ ഭാവം സ്വീകരിക്കണം? ക്രിസ്തുവിന്റെ ഭാവം. പ്രിയമുള്ളവരെ, ആദിന ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്രിസ്തുവിന്റെ ഭാവമാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന സത്യങ്ങളുണ്ടല്ലോ. ഈയിടെ ഞാൻ പത്രത്തിൽ വായിച്ചല്ലോ, നിങ്ങൾ ഒരു അയൽക്കാർ, ഒരു ടൗൺ ഏരിയയാണ്, ഒരു വീട്ടുകാരൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ബൈക്ക് പാർക്ക് ചെയ്തു. പദ്ധതി വായിച്ചതാണല്ലേ? പാർക്ക് ചെയ്ത് വീട്ടുകാരൻ വന്ന് പറഞ്ഞു, ആ വണ്ടിക്കാരന് പറഞ്ഞു, ഈ വണ്ടി അല്പം ഒന്ന് മാറ്റി വെക്കാൻ പറഞ്ഞു. അവർ തമ്മിൽ വാഗ്വാദമായി, അവർ തമ്മിൽ വഴക്കായി. തൊട്ടയൽവീട്ടുകാരനാണ്, അയൽക്കത്തെ വീട്ടിൽ ചെന്ന് അവൻ കത്തി എടുത്തുകൊണ്ട് വരുന്നു, ഈ വീട്ടുടയവൻ്റെ നെഞ്ചത്ത് കത്തി ഇറക്കുന്നു. കാരണം എന്നാ? അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അല്ലേ ചോദിക്കേ, എൻ്റെ വീട്ടിൽ നമുക്ക് സ്വസ്ഥത നൽകാനില്ല, എൻ്റെ വീട്ടിൽ എനിക്ക് മറ്റൊന്ന് പറയാൻ അവസരമില്ല അല്ലേ? നമ്മൾ ആരോട് പറഞ്ഞാലും എന്തായി മാറും? ചിലപ്പോൾ നമുക്കത് പ്രതികൂലമായിട്ട് മാറുന്നൊരു അവസരമാണ്. അതുകൊണ്ട് ഒരു വണ്ടി മുട്ടിയാൽ 10 പേര് കൂടിയാൽ ഈ വണ്ടി മുട്ടുന്നവൻ്റെ ആ കാര്യം അധോഗതിയായി അല്ലേ? നമുക്കറിയാവുന്നതല്ലേ? 10 പേര് കൂടിയാൽ വിഷയം അങ്ങ് മാറും. കുറ്റം ചെയ്യുന്നവരും പോലും കുറ്റവാളി അല്ലാതായി മാറും. ഇതാണ് സാഹചര്യം. ഞാനും നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യം ഇങ്ങനെയാണ്. ഇവിടെയാണ് ക്രിസ്തുവിന്റെ ഭാവത്തിന്റെ പ്രത്യേകത അല്ലേ? ക്രിസ്തുവിന്റെ ഭാവം എന്തായിരുന്നു? ഈ പറഞ്ഞ അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും ഭാവമാണ്. പ്രിയമുള്ളവരെ, അത് സ്വീകരിക്കുവാൻ അവരാണ് ക്രിസ്തീയ സ്വഭാവം, അതാണ് ക്രിസ്തീയ മാർഗം. അത് കാട്ടിക്കൊടുക്കണം നിർത്താൻ പറയും. ഒരു ചെള്ളയ്ക്ക് അടിക്കുന്നവന് മറ്റു ചെകിടൂടെ കാട്ടിക്കൊടുക്കണം. ഒരു സഭയും ഒരു വിശ്വാസവും അങ്ങനെ പഠിപ്പിക്കുന്നില്ല, ക്രിസ്തുവാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിലുണ്ടാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പ്യരെ ഓർപ്പിക്കുന്ന മൂന്നാമത്തെ ഒരു പാഠം എന്താണ്? ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പല ഭാവങ്ങളുള്ളവരാണ്, പല മുഖമുഖങ്ങളിൽ നമ്മൾ അണിഞ്ഞിരിക്കുന്നവരാണ്. ചിലർ നമ്മൾ കാണുമല്ലോ, സൂര്യൻ ഉദിച്ചാൽ, അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിച്ചാൽ പലരുടെയും സ്വഭാവം നമുക്ക് തിരിച്ചറിയാൻ കഴിയും എന്ന് പറയാറില്ലേ അല്ലേ? അവിടെ ഓർത്തുകൊള്ളുക, ദൈവത്തോട് നീതിപൂർവ്വം ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഭാവം നമ്മളിലുണ്ടോ? സ്നേഹം, ക്ഷമ, ദീർഘക്ഷമ, പരോപകാരം, സൗമ്യത, ഇന്ദ്രിജയം, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇതാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ആരെ ഓർപ്പിക്കുന്നത്? ഫിലിപ്പിയരെ. ഈ ഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ, ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, കർത്താവിൽ സമാധാനത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് പറയുന്നു അല്ലേ? അപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കൃപയിൽ ജീവിതം നയിക്കുവാൻ എന്തുകൊണ്ടാണ്? ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ
ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ഓർത്തുകൊള്ളുക. 3 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് പറഞ്ഞു തന്നെ, പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണം. രണ്ടാമതായി, ആർക്കു വേണ്ടി നിങ്ങൾ ജീവിക്കുന്നു തിരിച്ചറിയണം. മൂന്നാമതായി പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാകണം. നാലാമതായി പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പ്യരെ ഓർപ്പിക്കുന്നത് ദൈവ സമാധാനത്തിൽ ജീവിക്കണം. ഇതാണ് പറഞ്ഞത് ഫിലിപ്പ്യ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ, കർത്താവിൽ ഏകതയോടിരിപ്പാൻ ഞാൻ യുവതിക്കുകയും സുന്ദുകയും പ്രബോധിപ്പിക്കുന്നു. 2 പേരെ കുറിച്ച് പറയുന്ന വാക്കായത്. പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പ്യ ലേഖനത്തിൽ പറയുകയാണ് 4-ാം അധ്യായം 2-ാം വാക്യം, കർത്താവിൽ ഏകചിന്തയോടിരിപ്പാൻ ഞാൻ യുവതിക്കുകയും സുന്ദുകയും പ്രബോധിപ്പിക്കുന്നു. 2 സ്ത്രീകളാണ്. അവരെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഏകചിന്തയോടെ ഇരിക്കണം, കർത്താവിൻ്റെ സമാധാനം നിങ്ങളിൽ വസിക്കണം. അപ്പൊ കർത്താവിൻ്റെ സമാധാനം നൽകുന്ന ഒരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. നമുക്കിന്ന് ഇല്ലാതെ പോയിരിക്കുന്നത് എന്താണ്? സമാധാനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കൃപകളാണ്, അല്ലേ? നമ്മുടെ ഭവനങ്ങളിൽ അസമാധാനം കൊണ്ട് നിറയുന്നു, നമ്മുടെ ബന്ധങ്ങളിൽ അസമാധാനമുണ്ടാകുന്നു, ഭാര്യാഭർത്താക്കന്മാരുടെ ജീവിതത്തിനിടയിൽ അസമാധാനത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നു, കുഞ്ഞുങ്ങളും മാതാപിതാക്കളും നമ്മുടെ ബന്ധങ്ങളിൽ ശിഥിലമായിരിക്കുന്നു, കുടുംബ ബന്ധങ്ങൾ തകർന്നിരിക്കുന്നു, അല്ലേ? ഇപ്പം ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് ഉണ്ടാക്കുന്നത് നമ്മുടെ സഭയിലാണെന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ 10 വായിച്ചല്ലോ, ഏറ്റവും കൂടുതൽ നമ്മൾ സഭയിൽ പ്രസിദ്ധീകരണത്തൊക്കെ പറയാറില്ലേ, ക്രിസ്ത്യൻസിനിടയിലാണ് എന്ത് വരുന്നത്? കൂടുതൽ ഡൈവോഴ്സ് ഉണ്ടാകുന്നത്. മറ്റിടത്തും ഉണ്ടാകാം, പക്ഷേ കണക്ക് പറയുന്നത് കൂടുതൽ ആർക്കാ? നമുക്ക് തന്നെ. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുകയും ചിന്തകൾ പങ്കുവെക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ എന്ത് പറ്റുന്നു? കുടുംബ ബന്ധങ്ങൾ തകർന്ന് കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. സമൂഹത്തിലൊക്കെ പലരും അതിൻ്റെ യാതനകൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എന്താ കാരണം? ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഭവനങ്ങളില്ല എന്നുള്ളതാണ്, അല്ലേ? വിവാഹത്തിലെയൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അറിയാം, എവിടെയാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം? നമ്മളൊക്കെ വിവാഹത്തിന് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വിവാഹം ഒരു ചടങ്ങായി മാറിയിട്ടില്ലേ? എന്നാൽ വിവാഹം ഒരു ചടങ്ങാണല്ലേ? എന്നാൽ ചിലപ്പോൾ പണ്ടുകാലം വിവാഹം എന്ന് പറയുന്നൊരു പ്രാർത്ഥനയുടെ അനുഭവമായിരുന്നു. രാവിലെ പള്ളിയിൽ പോകും, അന്ന് രാവിലെ വിശുദ്ധ നമ്മൾ കേട്ടാനും കല്യാണത്തിൻ്റെ അന്ന് രാവിലെ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. ചെറുക്കനും പെണ്ണും പള്ളിയിൽ പോയി വിശുദ്ധ കുംഭസാരത്തിൽ കുർബാന കൈക്കൊള്ളും, തിരിച്ച് വീട്ടിൽ വരും, അണിഞ്ഞൊരുങ്ങി ദേവാലയത്തിലെത്തും. അങ്ങനെയൊക്കെ അല്ലായിരുന്നു പണ്ട് കാലത്ത്. ആരെങ്കിലും അങ്ങനെ അല്ലാന്നുണ്ടോ? ഇന്നാണെങ്കിൽ 4 മണിക്ക് എവിടെ പോകും? ഒരാഴ്ചത്തെ പരിപാടിയാ ഫേഷ്യൽ, അല്ലേ? ബ്യൂട്ടീഷ്യനാകാനാകെ പോവാ. അപ്പോൾ ഒരാഴ്ചത്തെ പരിപാടിയാ, മുഖം കഴുകൽ, തല കഴുകൽ, തേച്ചു കുളിക്കൽ, എന്തൊക്കെയാ. അത് രാവിലെ പോകും, 4 മണിക്ക്. പള്ളിയിൽ പോയില്ലേ എവിടെ പോകും? ബ്യൂട്ടീഷ്യനിൽ പോകും, 4 മണിക്ക് പോകും. 11 മണിക്ക് കല്യാണം ഉണ്ടെങ്കിലും 10:45 വരെ എവിടെയാ? ബ്യൂട്ടീഷ്യൻ്റെ അടുത്താ. 10:45 പള്ളിയിൽ വരേണ്ട ആളെ 11:30 പള്ളിയിൽ വരും, കല്യാണ ശുശ്രൂഷ നടത്തും. പക്ഷേ നമ്മൾ കാണുന്ന പെൺകുട്ടി ആയിരിക്കില്ല പിറ്റേ ദിവസം കാണുന്നത്. കാരണം എന്നാണെന്നറിയാമോ? ഈ ഫേഷ്യലൊക്കെ അഴിഞ്ഞു പോകുമ്പോൾ ഈ ഒറിജിനൽ മുഖം തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. അങ്ങനെ അടുത്ത കാലത്ത് വിവാഹമോചനം പദ്ധതി വായിച്ചില്ലേ? നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെ ക്രിസ്ത്യനാണ്, ഇറ്റലിയിലാണ് വരൻ. വരന് ഈ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പെണ്ണ് ഈ വരൻ തിരിച്ച് അവിടെ നിന്ന് വന്ന് കല്യാണ സമയത്തൊക്കെ അവർ ആലോചിച്ച് കൊണ്ടുവന്ന് വീട്ടുകാരും കൊണ്ട് കല്യാണം നടത്തി. പിറ്റേ ദിവസം നോക്കി പെണ്ണിനെ കണ്ടപ്പം ഞാൻ പഴകട പെണ്ണല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കല്യാണത്തിന് കണ്ട പെണ്ണല്ല ഇന്ന് കണ്ടെന്ന് പറഞ്ഞ് അവൻ പിറ്റേ ദിവസം ഇറ്റലിക്ക് പോയി പെണ്ണോട് ഡൈവോഴ്സിന് കൊടുക്കുകയും ചെയ്തു. പത്രത്തിൽ വായിച്ചു കാണും. ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ലോ, ഇത് പത്രത്തിൽ വന്ന ന്യൂസാണ്. ഇതാണ് ലോകം. സത്യം എന്ത് പറ്റും? ഇവിടെ കുടുംബജീവിതത്തിൻ്റെ സമാധാനം ആദ്യ ദിനം തന്നെ തകർന്നു പോകും. സന്തോഷം ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? ദൈവത്തെ അറിയണം. പക്ഷെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സത്യം ഇതാണ്, വിവാഹ ശുശ്രൂഷ സന്തോഷത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെതാണ് പഠിപ്പിക്കണം. പണ്ട് കാലത്ത് ആൾക്കാരുണ്ട് പറയുന്നത്, വിവാഹ ശുശ്രൂഷയുടെ ഈ അനന്തര കർമ്മങ്ങളൊക്കെ നടത്തുമ്പോൾ പട്ടക്കാരൻ സ്റ്റേജിൽ നിൽക്കും. പട്ടക്കാരൻ സ്റ്റേജിൽ നിന്ന് പട്ടക്കാരനാണെല്ലാം ക്രമീകരിക്കുന്നത്. ഇന്നോ മാസ്റ്റർ ഓഫ് സെറിമണി എന്ന് പറയുന്ന ഒരു പെണ്ണ് അണിഞ്ഞൊരുങ്ങി അല്പവസ്ത്രധാരിയായി വന്നു നിന്നിട്ട് വിളിക്കുകയാണ്, ഇപ്പോൾ വികാരി അച്ഛൻ സ്റ്റേജിലേക്ക് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കഴിഞ്ഞില്ലേ? വികാരിയുടെ റോൾ എന്നാ? ഈ പെൺകുട്ടി വിളിക്കുമ്പോൾ സ്റ്റേജിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കുക. ബാക്കി റോളെല്ലാം നടത്തുന്നത് ആരാ? ഈ മാസ്റ്റർ ഓഫ് സെറിമണിയാണ്. നമുക്കത് മതി. പിന്നെ ആട്ടവും ചാട്ടവും ബഹളവും അല്ലേ? എവിടെയാ പ്രാർത്ഥനയ്ക്ക് സമയം? എവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം? അല്പം നേരം പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ? നമ്മളൊക്കെ ഇത് നമ്മുടെ കുഞ്ഞുങ്ങളും തലമുറ എടുത്ത് പറഞ്ഞു കൊടുക്കണം.
കുഞ്ഞുങ്ങളെ, വിവാഹത്തിന്റെ അനുഗ്രഹം കർത്താവ് കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആരെ കൂട്ടിച്ചേർക്കുന്നത്? ദൈവമാണ്. ഈ ദൈവത്തിന്റെ കൂട്ടിച്ചേർക്ക തിരിച്ചറിയാതെ നമ്മളിത് കാട്ടിക്കൂട്ടുകയാണ്, അല്ലേ? ബ്യൂട്ടീഷ്യൻക്ക് പള്ളിയിൽ വന്നിരുന്നാലോ അവിടെ സദ്യ മുഴുവൻ എവിടെയാ? ഈ പറഞ്ഞ ബ്യൂട്ടീഷ്യൻ ചെയ്തിരിക്കുന്ന മുഖത്തെ ഇത് ഒലിച്ചു പോകുമോ? ഉടനെ ഒരാളപ്പുറത്ത് നിന്നൊരു കൈലേസ് കൊടുക്കും, അത് ഒപ്പിയെടുക്കും. എന്തൊക്കെ വിക്രികളാണ് കാണുന്നത്. അപ്പുറത്ത് ഫോട്ടോഗ്രാഫറാണ് ചിന്തിക്കുന്നത് ഇവരെങ്ങനെ ഇത് ചെയ്യണമെന്നുള്ളത്. അപ്പം ആത്മീയതയുടെ ശുശ്രൂഷയുടെ ഭാഗം നഷ്ടപ്പെട്ടു പോയി. മുഴുവൻ നമ്മൾ കാണിക്കുന്നത് എന്താ? ഈ ഭൗതികതയുടെ ഒരു സ്വാധീനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളിത് മാറ്റിയെടുക്കാൻ നമ്മൾ കഴിയണം. ഞാൻ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ സമാധാനം ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്. ഇത് പരിശുദ്ധനായ പൗലോസ്ലീഹ ഇവരെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഭിന്നതയുണ്ടാകാതെ സമാധാനത്തിൻ്റെ ജീവിതത്തിൽ കടന്നു പോകുവാൻ പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിയരെ ഓർപ്പിക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചത് ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദാവീദ് സങ്കീർത്തന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു. 32-ാം സങ്കീർത്തനം 2 മുതൽ 5 വരെയുള്ള വേദഭാഗ്യം ഞാൻ വായിക്കാം. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്ന തൃക്കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ഞ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. പൗലോസ്ലീഹ ദാവീദ് പറയുകയാണ്, ഞാൻ ദൈവത്തോട് എൻ്റെ കുറ്റങ്ങൾ ഏറ്റു പറയും, യഹോവ എൻ്റെ കുറ്റങ്ങൾ മായ്ച്ചു തരും. പ്രശ്നേയ ദാവീദ് തൻ്റെ ജീവിതത്തിലുള്ള അനുഭവത്തിൽ കടന്നു പോകുന്നല്ലോ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, തിരുമുമ്പിൽ നിനക്ക് അനിഷ്ടമായ ചെയ്തിരിക്കുന്നു എന്ന് ദൈവത്തോട് ഏറ്റു പറഞ്ഞ് പാപമോചനം നേടിയ ആളാണ്, അല്ലേ? ഇതുപോലെ പരിശുദ്ധ പൗലോസ്ലീഹായും ഒരു സമൂഹത്തെ മുഴുവൻ കൊന്നൊടുക്കുവാൻ പോകേണ്ട ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ സ്നേഹിതനായി, ദൈവത്തിൻ്റെ പ്രിയനായി മാറ്റപ്പെട്ടു. എന്തായിരുന്നു? ദൈവ സമാധാനത്തിൻ്റെ അനുഭവം അനുഭവിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും ഈ സമാധാനത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. ഇതാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിയരെ ഓർപ്പിക്കുക. ഇങ്ങനെ പ്രതിസന്ധികളുണ്ട്, പ്രയാസമുണ്ട്, കഷ്ടതകളുണ്ട്, മരണമുണ്ട്, വാളുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയിൽ, ദൈവ സമാധാനത്തിൽ നിങ്ങൾ നിറയണം. നമുക്കിത് സാധിക്കുമോ? ഞാൻ ഓർപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ മോഹങ്ങളിലും മറ്റു ചിന്തകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഇത് മറന്നു പോകുന്നു. ദൈവത്തെ മറന്നു പോകുന്ന ഒരു കാലഘട്ടം, ദൈവത്തെ മറന്നു പോകുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അത് തിരിച്ചു വരണം. നമ്മൾ ദൈവത്തിൽ സകലതും സമർപ്പിതമാകുന്ന അനുഭവം ഉണ്ടാകണം. ഇതാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിയരെ ഓർപ്പിക്കുന്ന 4-ാമത്തെ ഒരു പാഠം. സമാധാനത്തിൽ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. പ്രതിബന്ധങ്ങളുണ്ട്. നമുക്ക് പ്രതിബന്ധങ്ങളെ മാറ്റി വെച്ചിട്ട് എന്നാ ചിന്തിക്കുകയാണ്, എനിക്ക് പ്രയാസം വരുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. നടക്കുമോ? നടക്കില്ല. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം. പക്ഷെ അവിടെ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെടുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആശ്രയം. ഇതാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ ഒരു സമൂഹത്തെ മുഴുവൻ ഓർപ്പിക്കുന്നത്. 5-ാമതായി ഈ വേദഭാഗത്ത് പരിശുദ്ധനായ പൗലോസ്ലീഹ പറഞ്ഞൊരു വാക്കുണ്ട്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ വീണ്ടും നിന്നോട് പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. പരിശുദ്ധ പൗലോസ്ലീഹ പറയുന്ന വാക്കാണത്. ഇങ്ങനെ പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. എന്താ പറയുന്നത്? തൻ്റെ സമൂഹത്തോട്, ജനത്തോട് ഒരു നായകൻ പറഞ്ഞു കൊടുക്കുകയാണ്, എപ്പോഴും സന്തോഷിപ്പിൻ. ആരിൽ സന്തോഷിക്കണം? കർത്താവിൽ സന്തോഷിക്കണം, അല്ലേ? സന്തോഷം എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ നല്ല അനുഭവങ്ങളാണ്. അത് ആരിൽ സന്തോഷിക്കണം? കർത്താവിൽ സന്തോഷിക്കണം. നമുക്ക് സാധിക്കുമോ? കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് മനുഷ്യൻ തൻ്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കണം. നമ്മളാണെന്ന് പറയും. ഇത് പല നേതാക്കന്മാരെ നമ്മൾ കാണാറുണ്ടല്ലോ, അല്ലേ? പല നേതാക്കന്മാരെ നമ്മൾ കാണാം, പല പാർട്ടികളും പല സമൂഹങ്ങളും നമ്മൾ കാണാറുണ്ട്. അവരൊക്കെ എന്നാ ചെയ്യുന്നത്? അവരുടെ കാര്യത്തിന് വേണ്ടി ഏത് ഹീന മാർഗവും ഉപയോഗിക്കും, അല്ലേ? നമ്മുടെ നേതാക്കന്മാരൊക്കെ
അവരുടെ സൗകര്യത്തിന് വേണ്ടി, അവരുടെ സമൂഹത്തിന് വളർച്ചയ്ക്ക് വേണ്ടി, ഇവർ പാർട്ടിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി അവർ ഏതു മാർഗവും ഉപയോഗിക്കും. നമ്മളിത് കാണുന്നതല്ലേ. പെൺവിഷയം എടുക്കാം അല്ലേ, നമുക്കറിയാമല്ലോ. ഒരു മനുഷ്യനെ പെൺവിഷയത്തിൽ മോശക്കാരനാക്കി നമുക്കറിയാം. പെൺവിഷയം എടുക്കാം. അതുപോലെ തന്നെ ധനത്തിൻ്റെ ചിന്തകളെക്കുറിച്ച് പറയാം. എന്ത് ഹീനമാർഗം ഉപയോഗിച്ച് മനുഷ്യരെ എന്ത് ചെയ്യണം, നശിപ്പിക്കണം എന്നൊരു കാലഘട്ടം നമ്മൾ ജീവിക്കുന്നത്. അത് എല്ലാ രംഗത്തുമുണ്ട്. മതരംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹിക രംഗത്ത് നമ്മൾ കണ്ടുവരുന്ന പ്രത്യേകതയാണ് അവനവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്ത് ഹീനമാർഗവും ഉപയോഗിക്കുക. പക്ഷെങ്കിൽ നല്ലൊരു നേതാവ് എന്താണ്? നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണം. സന്തോഷമുണ്ട്. അവിടെ സന്തോഷം വരുമ്പോൾ അവിടെ ക്രൂരതയില്ല, പകയില്ല, പിണക്കമില്ല, ദുരാത്മാവിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പിശാചിൻ്റെ പ്രവർത്തനങ്ങളൊന്നുമില്ല. ഉണ്ടോ? അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ. സമാധാനമുള്ളത് സ്നേഹം മാത്രമല്ല ഉള്ളൂ. സമാധാനമുള്ളിടത്ത് അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്നിടത്ത്, സന്തോഷിക്കുന്നിടത്ത് എന്തില്ല? പകയില്ല, പിണക്കമില്ല, മറ്റു യാതൊന്നുമില്ല. അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ. അല്ലേ? എപ്പോഴാണ് ഉണ്ടാകുന്നത്? ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ളപ്പോഴാണ്. അല്ലെ, ക്രിസ്തുവിനെ അറിയുമ്പോഴാണ് പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിൽ സന്തോഷിപ്പീൻ. എവിടെ കിടന്നുകൊണ്ടാണ് പറയുന്നത്? കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട്. നമ്മളാണെങ്കിൽ നമ്മൾ ഏതാണെന്ന് പറയും, അവനെ കൊല്ലണം, ഇവനെ തട്ടണം എന്ന് പറയാനായിരുന്നു. പക്ഷെ കർത്താവ് പറയുന്നതല്ല, നിങ്ങൾ മറ്റുള്ളവരോട് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം. അല്ലേ? കർത്താവിൽ സന്തോഷിക്കണം. പിന്നെ പറയുന്നത് എന്നാ? നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. നമ്മൾ ക്രിസ്തീയ ഭാവം എന്നാ? സൗമ്യം പറഞ്ഞില്ലേ? ക്രിസ്തുവിൻ്റെ ഭാവം സൗമ്യതയാണ്. അത് മനുഷ്യർ അറിയണം. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ ആരാണ് തിരിച്ചറിയണം? ഒരു നല്ല ക്രിസ്ത്യാനിയാണ്, ദൈവപൈതലാണ് തിരിച്ചറിയണം. അല്ലേ? മുഖം നോക്കിയാൽ നമുക്ക് മുഖം നോക്കോടെ ചില പറയാം, അവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയാറുണ്ടല്ലേ. നമ്മുടെ മുഖം നോക്കിയാൽ അറിയാം നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. പ്രിയമുള്ളവരെ, പരിശുദ്ധനായ പൗലോസ്ലീഹ തൻ്റെ ജനത്തോട് പറയുന്ന ഒരു പാഠം ഇതാണ്. എന്താണ്? എപ്പോഴും സന്തോഷിക്കുവീൻ, അത് ദൈവത്തിൽ ക്രിസ്തുവിൽ സന്തോഷിപ്പീൻ. നിങ്ങളുടെ സൗമ്യത ലോകം അറിയട്ടെ. നിങ്ങളുടെ സൗമ്യത ലോകം അറിയട്ടെ. നിങ്ങളുടെ നന്മ ലോകം അറിയട്ടെ. അത് ഘോഷിച്ചിട്ടല്ല, പ്രവർത്തനങ്ങളിൽ കൂടി മറ്റുള്ളവർ നമ്മളെ സാക്ഷിക്കണം. കർത്താവ് ചോദിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു? ചോദിച്ചില്ലേ? കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നത്? അപ്പോഴാണ് ശിമോൻ പത്രോസ് പറഞ്ഞത്, നീയുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹായാകുന്നു, ക്രിസ്തുവാകുന്നു പറഞ്ഞത്. അപ്പോൾ കർത്താവ് വീണ്ടും ചോദിക്കുന്നു, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പോഴാണ് ഒരാൾ പറയുന്നത്, നീ ഏലിയാവെന്ന് പറയുന്നു, അല്ലേ? നീ പഴയ എന്തോ പ്രവാചകനാണെന്ന് പറയുന്നു, മോശയാണെന്ന് പറയുന്നു. പക്ഷെങ്കിൽ ഇതും ക്രിസ്താവിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നെക്കുറിച്ച് മനുഷ്യർ എന്ത് പറയുന്നു? നമുക്കതില്ലാതെ പോയി, അല്ലേ? ഞാനൊരു പുരോഹിതനാണ് എങ്കിൽ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് അറിയാൻ ഞാൻ ബാധ്യസ്ഥനാണ്, അല്ലേ? എങ്കിൽ എന്ത് ചെയ്യാനൊക്കെ ഉള്ളൂ? എൻ്റെ കുറവുകളെ മനസ്സിലാക്കി എനിക്കിത് പരിഹരിക്കാൻ സാധിക്കുള്ളൂ. നമുക്കത് അറിയില്ല. ഇത് നമ്മളെക്കുറിച്ച് ഒരു തെറ്റായ കാര്യം പറഞ്ഞാൽ ആ ആളുടെ ജീവിതം കട്ടപ്പോകയായി. നമ്മൾ മറ്റു സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കട്ടപ്പോകയായി. ഒരാളെക്കുറിച്ചും ദോഷം പറയാനൊക്കില്ല, ഒരാളെക്കുറിച്ച് നന്മ പറയാനും പറ്റില്ല, ഒരാളെക്കുറിച്ചും ഒന്നും പറയാനൊക്കില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലല്ലേ നമ്മളൊക്കെ മീഡിയാസ് വളർന്നതോടുകൂടി നമ്മളൊക്കെ പറയുന്നത് പലപ്പോഴും അബദ്ധങ്ങളാണ് എങ്കിൽ എന്ത് പറ്റും? വലിയ വിഷയങ്ങളായിട്ട് മാറും. റെക്കോർഡ് ചെയ്യാം, അല്ലേ? എയറിൽ വിടാം, സോഷ്യൽ മീഡിയയിൽ കൂടി മോശക്കാരനാക്കാം. എന്തെല്ലാം മാർഗങ്ങളാണ്, അല്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ പറയുന്നത് പലപ്പോഴും സൂക്ഷിച്ച് പറയേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൽ സന്തോഷിപ്പാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന പരിശുദ്ധനായ പൗലോസ്ലീഹായെ നമ്മൾ കാണുന്നു. ഒന്നുകൂടെ ആറാമതായി, വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ തൻ്റെ ജനത്തെ ഓർപ്പിക്കുന്നത് ഫിലിപ്പ്യ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പിന്നെ പറയുന്ന സ്തോത്രത്തോടുകൂടി കർത്താവിന്റെ മഹത്വം പാടുകയത്രേ ചെയ്യേണ്ടത്, അല്ലേ? എന്നല്ലേ പറയുന്നത്? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും കർത്താവിൻ്റെ പിന്നെ പറയുന്നത് പ്രാർത്ഥനയാലും അപേക്ഷയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുകയത്രേ വേണ്ടത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പിന്നെന്ത് ചെയ്യണം? കർത്താവിനെ സ്തോത്രം ചെയ്യണം, കർത്താവിനോട് അപേക്ഷിക്കണം, കർത്താവിനോട് യാചിക്കണം. അങ്ങനെയെങ്കിൽ സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിറവുകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും.
ഇതാണ് അവരെ ഓർപ്പിക്കുന്നത്. നിങ്ങളൊന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, നിങ്ങൾ ലോകത്തിലേക്ക് പോകണം, പക്ഷെ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. കാരണം എന്നാ, വഴിയിൽ പൊക്കണവും ഭാണ്ഡവും എടുക്കരുത്, അല്ലേ? ഒരു വസ്ത്രം മാത്രം നിങ്ങൾ കരുതിക്കൊള്ളണം. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ പോയാൽ അവിടെ താമസിക്കണം. നിങ്ങൾ അവിടുന്ന് പോകുമ്പോൾ സമാധാനം ആശംസിക്കണം. നിങ്ങൾക്ക് സമാധാനം ആശംസിക്കുമ്പോൾ സമാധാനപുത്രന്റെ ഭവനത്തിലില്ല എങ്കിൽ ആ സമാധാനം നിങ്ങളിലേക്ക് തിരികെ വരും. കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞേക്കുന്നത് അങ്ങനെയാ. അല്ലാതെ ബാങ്ക് ബാലൻസ് വേണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു നിങ്ങൾ പോകുന്ന വഴി വലിയ ഭാണ്ഡക്കെട്ടെടുക്കാൻ പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞത് നിങ്ങൾ എന്ത് പറയണോ അത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തന്നുകൊള്ളൂ. ഇതാ കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോൾ പറയുന്നത്, അല്ലേ? നിങ്ങൾ സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി നൽകുവിൻ. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച അതേ ആശയങ്ങൾ തന്നെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയരെ പഠിപ്പിക്കുന്നു. എന്നാ പറഞ്ഞത്? നിങ്ങളൊന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പിന്നെന്ത് ചെയ്യണം? സകലത്തിനും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുകയത്രേ വേണ്ടത്. കർത്താവ് തമ്പുരാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ നമ്മൾ ഒത്തിരി വാചാപ്രാർത്ഥന, വലിയ വലിയ പ്രാർത്ഥന സമർപ്പിക്കേണ്ട. നമ്മുടെ ജീവിതത്തെ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്ന ദൈവം നമുക്കുണ്ട്. നമ്മുടെ കഷ്ടത അറിയുന്ന ദൈവം നമുക്കുണ്ട്. നമ്മുടെ പ്രാർത്ഥന നമ്മൾ ആഗ്രഹിക്കുന്ന തിരിച്ചറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ ലഭ്യമാണ്. അതുകൊണ്ട് സ്തോത്രത്തോടെ അപേക്ഷയോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവമുമ്പാകെ സമർപ്പിക്കത്രേ വേണ്ടത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുമെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമുക്ക് ഒക്കുമോ? ഒക്കില്ല. പക്ഷെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസത്തോളം നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല എന്നാണ് പരിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്. കാരണം എന്നാ? സത്യദൈവം നിങ്ങളുടെ, അതാണ് പറയുന്നത്, സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ആരിൽ കാക്കും? ക്രിസ്തുവേശുവിങ്കിൽ കാത്തുകൊള്ളും. ഈ ഒരു വലിയ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനം. ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിച്ചത്, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയ ലേഖനത്തിൽ തൻ്റെ ജനത്തോട് പറയുവാൻ ആഗ്രഹിച്ച ചില പാഠങ്ങളാണ്. ഒന്നുകൂടെ ഞാൻ ധ്യാനം അവസാനിപ്പിച്ചു കൊള്ളാം. നമുക്കൊന്നുകൂടെ ശ്രമിച്ചു നോക്കാം. ഒന്നുകൂടെ റീകളക്ട് ചെയ്യാം. പറഞ്ഞ 6 കാര്യങ്ങൾ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഒന്നാമതായി പറയുന്നത് തന്നെ, പ്രതികൂലതയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രയാസങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെങ്കിൽ അതിനിടയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി സാധ്യമാകുക. രണ്ടാമതായി തൻ്റെ ജനത്തെ പഠിപ്പിക്കുന്നത്, നാം ആർക്കു വേണ്ടി ജീവിക്കണം എന്ന് അറിയണം. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുന്നു. മൂന്നാമതായി പറയുന്നു, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാകണം. ക്രിസ്തുവിൻ്റെ ഭാവം എന്നാണ് ഞാൻ പറഞ്ഞു. ആ നല്ല ഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ തെളിഞ്ഞു വരണം. ഇതാണ് ക്രിസ്തുവിൻ്റെ ഭാവമെന്ന് മറ്റുള്ളവർ തിരിച്ചറിയണം. നാലാമതായി, സമാധാനം അനുഭവിക്കുന്നവരായി മാറണം. ക്രിസ്തുവിൽ സമാധാനം, ദൈവത്തിൻ്റെ കൃപയിൽ സമാധാനം അനുഭവിക്കുന്നവരായി മാറണം. അഞ്ചാമതായി പറയുന്നു, എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പിൻ. എപ്പോഴും സന്തോഷിപ്പിൻ, അല്ലേ? എപ്പോഴും സന്തോഷിപ്പിൻ. കാരാഗ്രഹത്തിൽ കിടന്ന പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുകയാണ്, പ്രയാസങ്ങൾ മരണത്തെ മുഖം കണ്ടുകൊണ്ട്, അല്ലേ, മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് പൗലോസ് ശ്ലീഹ പറയുന്നു, എന്താ? എപ്പോഴും സന്തോഷിപ്പീൻ. ജീവിതത്തിൽ സന്തോഷ അനുഭവമായി മാറുവാൻ ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആറാമതായി പരിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, ക്രിസ്തുവിന് ധനത്തിനൊത്ത വണ്ണം നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീർക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. അതുകൊണ്ടാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സ്തോത്രത്തോടും പ്രാർത്ഥനയുടെ ദൈവവും സമർപ്പിക്കുക അത്രേ വേണ്ടത്. അത് പറയുന്നത് ക്രിസ്തുവിന് ധനത്തിനൊത്ത വണ്ണം ബുദ്ധിമുട്ടുകൾ തീർത്തു തരും എന്ന് നമ്മൾ വിശ്വസിക്കുക. നമുക്കൊരു ദൈവമുണ്ട്, പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ കഷ്ടതകൾ കൂടെ ഇരുന്ന് കരയുന്ന ദൈവം നമുക്കുണ്ട്. ബഥാന്യയിലെ ഭവനത്തിൽ മാർത്തയുടെയും മറിയുടെയും കൂടെ കരഞ്ഞൊരു ദൈവമുണ്ട്, അല്ലേ? ക്രിസ്തു പറയുന്ന യേശു കണ്ണുനീർ വാർത്തു. ആ ഭവനത്തിൽ വന്ന് യേശു തമ്മിൽ കരയുകയാണ്. ആ ഭവനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സങ്കടത്തിൽ കൂടെ ചേരുന്ന ദൈവം നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, ഈ വലിയ പാഠം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയരെ പഠിപ്പിക്കുന്നു. ഞാനിത് വേദഭാഗം പറയാനുള്ള കാരണവും നമ്മുടെ ജീവിതത്തിൽ നമുക്കിന്ന് വേണ്ടതും ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ സമൂഹം അറിയേണ്ട അനുഗ്രഹീതമായ പാഠങ്ങളും ഇത് തന്നെയാണ്. ആ പാഠങ്ങളിൽ അനുഗ്രഹീതമായ ജീവിതം നയിക്കുവാൻ
നമുക്ക് സാധ്യമായി തീരണം. നമ്മുടെ ഒരു ചെറിയ കുറച്ച് നേരത്തെ ധ്യാനത്തിൻ്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്കൊന്ന് ചെറിയ ആശയങ്ങൾ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ധ്യാനപരമായി ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തെ ദൈവമുമ്പാകെ സമർപ്പിക്കുക. ഭാരങ്ങൾ കടന്നു പോകുമ്പോഴും ദൈവ സന്തോഷം അനുഭവിപ്പാൻ, ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ, ക്രിസ്തുവിന് ധ്യാനത്തിനൊത്തവണ്ണം നമ്മളെ കരുതുന്ന ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. അതിന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിടയാക്കി തീർക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹമായി നമ്മുടെ മേലുണ്ടാകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം നമ്മുടെ തലകളെ ദൈവമുമ്പാകെ കുനിക്കാം. കാരുണ്യവാനും മിഥ്യനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ കൃപകൾക്കായി നിനക്ക് സ്തോത്രം. ഞങ്ങൾക്കൊരുമിച്ച് ദേവാലയത്തിലായിരിക്കാൻ, നിന്റെ ദേവാലയത്തിലായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. ദാവീദ് പ്രാർത്ഥിക്കുന്നത് പോലെ ഈ ദേവാലയത്തിൽ ഞങ്ങൾക്കായിരിക്കാൻ അവിടെ നിങ്ങൾ നൽകിയ കൃപകളെ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങൾ കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധ്യമാകണമേ. നല്ല നിലത്ത് വീണ വിത്ത് പോലെ നല്ല ഫലങ്ങൾ കായ്ക്കുവാൻ അവിടുന്ന് നിങ്ങൾക്ക് ഇടയാക്കണമേ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തൻ്റെ ജനത്തെ ഓർപ്പിക്കുന്ന ചിന്തകൾ ഇന്നത്തെ മാറിമറിയുന്ന ലോകത്തിൻ്റെ ചിന്തകളിൽ ഞങ്ങളെയും അവിടുന്ന് പഠിപ്പിക്കണമേ. കഷ്ടതയിൽ പാടുവാൻ, സന്തോഷിപ്പാൻ, ദൈവമുഖം കാണുവാൻ, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, ക്രിസ്തുവിൻ്റെ ഭാവം പ്രകടിപ്പിക്കുവാൻ, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകുന്ന നല്ല ജീവിത പാഠങ്ങളായി മാറുവാൻ ഞങ്ങൾക്കിടയാകണമേ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് പരിവർത്തനം ഉണ്ടാക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് വരണമേ. ഞങ്ങളുടെ കടങ്ങളെ, കുറവുകളെ പരിഹരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ ശോധന ചെയ്യണമേ. കുറ്റങ്ങൾ ഞങ്ങളിലുണ്ടെങ്കിൽ കർത്താവെ, അവിടുത്തെ തിരുരക്തത്താൽ അത് പരിഹരിക്കണമേ. കൃപയിൽ ഞങ്ങൾ ശക്തീകരിക്കുന്ന തമ്പുരാനെ, എല്ലാ കൃപയോടും ഞങ്ങൾ നിറച്ചതിനായി നിനക്ക് സ്തോത്രം. ഇവിടെ ആയിരിക്കുന്നവരും ഈ വചനം കേട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറയ്ക്കണമേ. കർത്താവെ, നല്ലവരായി ജീവിപ്പാൻ, അനുഗ്രഹിക സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. സർവകൃപയോടെ നിറച്ചതിനായി ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആയത് ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ.